സിനിജി, ട്രംപ് സെലൻസ്കി അപമാനിച്ചത് റഷ്യയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ സെലൻസ്കി അപമാനിതനായപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്കെതിരെയാകുന്ന ഒരു സ്ഥിതിയാണോ ഇതിലൂടെ സംജാതമായിരിക്കുന്നത്? അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ മുതൽ ഈ യൂറോപ്പിലെ രാജ്യങ്ങൾക്കെല്ലാം ഒരു പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടിരുന്നത് അമേരിക്കയായിരുന്നു. അപ്പോൾ യു എസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പ്രതിരോധ കാര്യങ്ങളിൽ, സൈനിക കാര്യങ്ങളിലൊന്നും തന്നെ ഈ അധികം പൈസ മാറ്റി വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക പറയുകയാണ്, ഞങ്ങൾ ഇനി റഷ്യയ്ക്ക് സഹായം ചെയ്യാൻ പോകുന്നു, ഈ സെലൻസ്കിയുടെ ഉക്രൈന് വേണ്ട സഹായം നൽകുന്നില്ല. സത്യത്തിൽ ഈ ഉക്രൈന് സഹായം നൽകണമെന്ന് പറഞ്ഞിട്ട് യൂറോപ്പിലെ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വന്നത് അമേരിക്കയാണ്. പക്ഷേ അന്ന് ബൈഡൻ ഭരണകൂടമായിരുന്നു. ബൈഡൻ മാറി ട്രംപ് വന്നപ്പോൾ ട്രംപ് നിലപാട് മാറ്റി, താൻ പുട്ടിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ സെലൻസ്കി ഈ യുദ്ധം ചെയ്യുന്നത് അനാവശ്യമാണെന്ന് പറയുന്നു. ഒപ്പം വൈറ്റ് ഹൗസിലേക്ക് സെലൻസ്കിയെ വിളിച്ചു വരുത്തുന്നു. അവിടെ വിളിച്ചു വരുത്തിയ സെലൻസ്കിയെ ഏതാണ്ട് അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡൻ്റായ JD വാൻസും ഇടപെട്ടത്. എന്നിട്ട് പറയുന്നു, നിങ്ങളൊരു നന്ദിയൊക്കെ പറയണ്ടേ, ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, മാത്രമല്ല അമേരിക്കയുടെ പിന്തുണയില്ലാതെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ഉക്രൈനെ ഏതാണ്ട് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ ഉക്രൈനിലെ ധാതുക്കളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് നൽകണമെന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടാൻ വേണ്ടി കൂടിയാണ് സെലൻസ്കിയെ ക്ഷണിച്ചത്. അപ്പോൾ സെലൻസ്കി പറഞ്ഞു, റഷ്യയുടെ കടന്നുകയറ്റം, റഷ്യയുടെ അധിനിവേശം, പഴയ ചരിത്രമൊക്കെ പറയാൻ പോയപ്പോൾ ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സെലൻസ്കിയുടെ വായടപ്പിക്കുകയാണ്. ഒടുവിൽ സെലൻസ്കി അവിടെ നിന്ന് അപമാനിതനായി ഇറങ്ങിപ്പോകാനായിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഡൊണാൾഡ് ട്രംപും ഇതുപോലെ തന്നെ JD വാൻസ് വൈസ് പ്രസിഡന്റും പിന്നാലെ ചെല്ലുന്നു. പിന്നീട് അമേരിക്കയുടെ യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ട്. മാർക്കോ റൂബിയോ പറഞ്ഞു, നിങ്ങൾ അമേരിക്കക്കാരുടെ സമയം അനാവശ്യമായിട്ട് കളഞ്ഞു, പ്രസിഡന്റിൻ്റെ സമയം അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞു, നിങ്ങളൊരു സെലൻസ്കി ഒരു നന്ദിയെങ്കിലും പറഞ്ഞിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ സെലൻസ്കി പുറത്തേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോകുന്നു. എന്തുകൊണ്ടാണെന്നറിയാം? യൂറോപ്പിലെ മറ്റ് ചില രാജ്യങ്ങളുടെ പിന്തുണ കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ തന്നെ ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഔദ്യോഗികമായി തന്നെ ഈ പറയുന്ന സെലൻസ്കിയുടെ ഉക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ രാഷ്ട്രങ്ങളുടെയൊക്കെ തലവന്മാർ എക്സിൽ ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റുകളും ഇട്ടു. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കും എന്നുള്ള ഒരു നിലപാടാണ്. ഇത് ലോക രാജ്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപും ഈ JD വാൻസും ശരിക്കും പറഞ്ഞാൽ സെലൻസ്കിയെ അപമാനിച്ചിറക്കി വിട്ടു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മാത്രമല്ല, എത്രയോ കാലമായി സോവിയറ്റ് യൂണിയൻ, പിന്നീട് വന്ന റഷ്യ, അമേരിക്ക തമ്മിൽ ശത്രുതയിലായിരുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പുതിയൊരു കൂട്ടുകാരനെ തേടുകയാണ്. അങ്ങനെയാണ് റഷ്യൻ പ്രസിഡൻ്റായ വ്ളാഡിമിർ പുടിനുമായിട്ട് ട്രംപ് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലോക രാജ്യങ്ങളുടെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പം ഉക്രൈനെ അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു സമാധാനമുള്ള ഒരു ഭരണകൂടം അവിടെ വരണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവർ പിന്തുണയ്ക്കുന്നത്. ഇപ്പം ജർമ്മനിയുടെ പഴയ ചാൻസലർ ഒലാഫ് ഷോൾസ് പറയുന്നത്, ഈ ഉക്രൈൻ്റെ സമാധാനം, ഉക്രൈനാണ് സമാധാനം ആഗ്രഹിക്കുന്നത്, അതുപോലെ മറ്റൊരു രാജ്യവും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കണമെന്ന് പറയുന്നു. ഇനി ഷോൾസിൻ്റെ പാർട്ടി കഴിഞ്ഞ ഞായറാഴ്ച അവിടുത്തെ നടന്ന ഇലക്ഷനിൽ വിജയിച്ചു. അപ്പോൾ ഷോൾസിൻ്റെ പിൻഗാമിയായിട്ട് അവിടെ വരാൻ സാധ്യതയുള്ളത് ഫ്രെഡറിക് മെർസാണ്. ഫ്രെഡറിക് മെർസ് പറയുന്നത്, ഞങ്ങൾ നല്ല സമയത്തും മോശം സമയത്തും ഈ ഉക്രൈൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ജർമ്മനി അവരുടെ നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കി. മാത്രമല്ല, ഭയാനകമായ യുദ്ധത്തിൽ അക്രമകാരികളും ഇരയും ഒരിക്കലും ആശയക്കുഴപ്പത്തിലാകാൻ പാടില്ല. മാത്രമല്ല, ഈ ഇരയ്ക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോണാണ്. അപ്പോൾ ഇമാനുവൽ മാക്രോണും അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ടേംസ് അത്ര നല്ലതല്ല. കാരണം എല്ലാ കാര്യത്തിലും അമേരിക്കയെ യൂറോപ്യൻ രാജ്യങ്ങൾ ആശ്രയിക്കരുതെന്ന് ആദ്യം പറഞ്ഞ രാജ്യം ഈ ഫ്രാൻസാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ നിലപാട് ഏതാണ്ട് വ്യക്തമാക്കി. പിന്നീട് ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാരനെ ട്രംപിനെ കുറച്ചെങ്കിലും പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനി. പക്ഷേ ജോർജിയ മെലോനി കുറച്ചുകൂടെ ടാക്റ്റിക്കലായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ളൊരു നിലപാടിലേക്ക് നീങ്ങി. അവർ പറയുന്നു, നമ്മൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സഖ്യകക്ഷികളും എല്ലാം കൂടെ ചേർന്ന് ഒരു ഉച്ചകോടി സംഘടിപ്പിക്കണം. ഈ ഉച്ചകോടിയിൽ വെച്ച് പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് പരിഹരിക്കണം. അപ്പോൾ മെലോനിയുടെ ഈ നിലപാട് ട്രംപിനെ കുറച്ച് സൂചിപ്പിക്കുന്നത് കൂടിയാണ്. കാരണം ട്രംപും മെലോനിയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ട് നമ്മളുടെ രാജ്യം നശിച്ചാൽ യൂറോപ്പിലെ ഓരോ രാജ്യവും നശിക്കുകയാണെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന മറ്റ് ചില രാജ്യങ്ങളുണ്ട്. അതിന് നമ്മൾ ഒരു കാരണവശാലും ഇടവരുത്തരുത്. അപ്പോൾ ട്രംപിനെ നമ്മൾ സഹായിക്കണം. സെലൻസ്കിക്ക് ഒരു ധിക്കാരിയാണ്, അല്ലെ സമാധാനത്തെ കാംക്ഷിക്കാത്ത ആളാണ് എന്ന തരത്തിൽ ഒരു അഭ്യൂഹമൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ചർച്ച മുന്നോട്ട് പോകരുതെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും അമേരിക്കയ്ക്കെതിരെ ലോകവ്യാപകമായൊരു വികാരം പടരുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക്ക്, ഫിൻലൻഡ്, അയർലൻഡ്, നെതർലൻഡ്, പോർച്ചുഗൽ,
അതുപോലെ തന്നെ സ്ലൊവേനിയ തുടങ്ങിയ രാജ്യങ്ങൾ, ഇപ്പോൾ അതുകൂടാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാനഡ, ഫ്രാൻസ്, സ്വീഡൻ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഉക്രൈന് പിന്തുണ നൽകുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് കാണിച്ചത് ശരിയല്ല എന്നൊരു നിലപാടാണ്. അപ്പോൾ ട്രംപിൻ്റെ വസതിയിലേക്ക് ചെല്ലുന്ന, ട്രംപിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ പെരുമാറുന്നത് ഒരു മാടമ്പിയുടെ സ്വഭാവത്തോടു കൂടിയാണ്. മാത്രമല്ല പുടിൻ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് ട്രംപിനോട് സെലൻസ്കി പറയുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ യൂറോപ്യൻ യൂണിയൻ്റെ കൂടെ നിന്നിട്ട് ഉക്രൈന് വേണ്ടി പോരാടുന്നവരോട് ബഹുമാനം ഉണ്ടെന്നൊക്കെ ഈ ജോർജിയ മെലോനി പറയുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ ഈ യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയിൻ എന്ന് പറയുന്നത്, ഉർസുല വോണ്ടർ ലെയിൻ ഇന്ത്യയിലേക്ക് വരികയും നരേന്ദ്രമോദിയുമായി ചില ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഈ ചർച്ചയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്രയും കാലം യൂറോപ്പിന് പിന്തുണ നൽകിയത് അമേരിക്കയായിരുന്നെങ്കിൽ ഇനി അമേരിക്ക മാറുകയാണ്, അതുകൊണ്ട് ഇന്ത്യയുടെ സഹായം വേണം. അപ്പോൾ സൈനിക മേഖലകളിൽ, പ്രതിരോധ മേഖലകളിൽ ഇന്ത്യ 100-ലധികം രാജ്യങ്ങളുമായിട്ട് കരാറിൽ ഒപ്പിടുകയും അവർക്ക് ആയുധങ്ങൾ നൽകുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റഫേൽ വിമാനം ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നത്. സത്യത്തിൽ 60% നമ്മുടെ ആയുധങ്ങളും റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇപ്പം നമ്മൾ പതുക്കെ റഷ്യയിൽ നിന്നൊന്ന് അകലുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റഷ്യക്ക് അമേരിക്ക അല്ലെങ്കിൽ ഈ പറയുന്ന ട്രംപ് ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തുകയോ റഷ്യ ചൈനയുമായി കൂടുതൽ അടുക്കുകയോ ചെയ്താൽ അത് ഇന്ത്യക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ചില കരാറുകളിൽ ഏർപ്പെടുന്നു. ജർമ്മനി ഇന്ത്യയിലേക്ക് പുതിയ നിക്ഷേപം നടത്താനായിട്ട് വരുന്നു. അതുപോലെ തന്നെ മറ്റ് യൂറോപ്പ്, UK ഉൾപ്പെടെ രാജ്യങ്ങൾ, കാനഡ ഉൾപ്പെടെ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഉർസുല പറയുന്നത് ഇന്ത്യയുടെ ഒരു സഹായം ഇനി യൂറോപ്യൻ യൂണിയന് വേണം, അമേരിക്ക ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ഉർസുല മാത്രമല്ല ഈ നിലപാട് പറയുന്നത്, ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ഈ നിലപാട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം സഹായം ഉക്രൈന് കിട്ടുമെന്നുള്ള ഉറപ്പ് ഇപ്പോൾ സെലൻസ്കിക്കുണ്ട്. പക്ഷേ ട്രംപ് പറയുന്ന സെലൻസ്കി അനധികൃതമായിട്ടാണ് അവിടെ ഭരണത്തിലേറിയിരിക്കുന്നത്. സെലൻസ്കിയുടെ ഭരണകാലം കഴിഞ്ഞു. പക്ഷേ ഈ ഭരണകാലം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുന്നതിനുള്ളിലാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം അനധികൃതമായി നിയമവിരുദ്ധമായി നിൽക്കുന്ന രാജാവാണ് അല്ലെങ്കിൽ പ്രസിഡൻ്റാണ് സെലൻസ്കി എന്നുള്ളൊരു നാരേറ്റീവ് കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോഴും അവിടുത്തെ ധാതുക്കളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കരാറിൽ ഈ സെലൻസ്കിയുടെ ഉക്രൈൻ യുദ്ധം ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർക്കൊരു പേടിയുണ്ട്. മാത്രവുമല്ല ഈ ട്രംപിൻ്റെ കൊതി, ഈ ട്രംപ് അധികാരത്തിൽ എത്തിയത് മുതൽ തന്നെ ചില രാജ്യങ്ങളെ ഉപദ്രവിക്കാനും യൂറോപ്യൻ യൂണിയനിൽ നാറ്റോയിലൊക്കെ സ്പ്ലിറ്റ് ഉണ്ടാക്കാനും ശ്രമിക്കുന്നു. ഇനി അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. മാത്രമല്ല സെലൻസ്കി ഭീഷണിപ്പെടുത്തിയിരുന്നു, പുടിൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്, തരം കിട്ടിയാൽ നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ട്രംപിന് അത് വലിയ അപമാനമായിട്ട് തോന്നി. അപ്പം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എക്കാലവും അമേരിക്ക മാത്രമേ യൂറോപ്പിന് ഒരു പിന്തുണയുമായിട്ടുള്ളൂ എന്ന് കരുതിയിരുന്നുവെങ്കിൽ ആ കരുതലെല്ലാം കൂടി ഇവിടെ പാടെ തകർന്നു വീഴുകയാണ്. അപ്പോൾ സെലൻസ്കിക്കൊപ്പം ഉക്രൈനൊപ്പം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ നിലകൊള്ളുന്നു. പക്ഷേ ട്രംപ് ബുദ്ധിമാനാണ്. ട്രംപ് ഈ ശീതയുദ്ധകാലം കഴിഞ്ഞതിന് ശേഷം ഇതാദ്യമായി റഷ്യയുമായിട്ട് അടുക്കുകയാണ്. അപ്പോൾ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ശീതയുദ്ധകാലം എന്ന് വിളിക്കുന്ന ഈ കോൾഡ് വാർ, ആ സമയമാണ് ഏറ്റവും ദുഷ്കരമെന്ന് ലോകരാജ്യങ്ങൾ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാട്ടിലും സങ്കീർണമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം കൂടെ ഒരു വശത്ത്, നാറ്റോയിൽ ഉൾപ്പെടെ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. എല്ലാ കാലത്തും അമേരിക്കയുടെ നിഴൽ പോലെ നടന്ന UK അഥവാ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ സ്റ്റാമർ എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറയുകയാണ് വേണമെങ്കിൽ ബ്രിട്ടനിലെ ആർമിയെ ഉക്രൈനിലേക്ക് അയച്ചു തരാമെന്ന്. അപ്പോൾ ഇത്തരത്തിൽ 2 ചേരികളിലായി ലോകം മാറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറയാം, ഒരു 3ാം ലോക മഹായുദ്ധം വേണമെങ്കിലും ഉണ്ടാകാം. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയോട് പറയുന്നു, നിങ്ങൾ 3ാം ലോക യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്, ഇത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. കൂടുതൽ കളിച്ചാൽ നിങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. എന്താ നടപടി? ഉക്രൈനിലെ പ്രസിഡൻ്റായ സെലൻസ്കി അവിടെ നിന്ന് മാറ്റാൻ ട്രംപിൻ്റെ പവർ ഉപയോഗിച്ച് കഴിയും. അപ്പം ട്രംപ് അങ്ങനെ ഒരു പവർ ഉപയോഗിച്ചാൽ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾക്കാണ്. ആ രാജ്യങ്ങൾക്ക് പിന്തുണയുമായി ഇന്ത്യ കൂടി വന്നാൽ ജിയോ പൊളിറ്റിക്സിൽ ലോക രാജ്യങ്ങൾ 2 ചേരികളായി മാറുകയും ഇന്ത്യ സൈനിക ശക്തിയിൽ മുകളിലേക്ക് ഉയർന്നു വരികയും ചെയ്യും. അപ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം, അമേരിക്കയ്ക്കെതിരായ ഒരു നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങേണ്ടി വരും. ഇന്ത്യ എക്കാലത്തും ട്രേഡ് നടത്തുന്നത്, അമേരിക്ക എക്കാലത്തും കൂടുതൽ ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അപ്പോൾ ചൈനയെ വെട്ടി ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സത്യത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും യൂറോപ്യൻ യൂണിയൻ അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയും ഉൾപ്പെടുന്ന ഒരു വിങ്, ഇത് രണ്ടും 2 ചേരികളിലായി തിരിയുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ഭാവിയിലുള്ള ചർച്ച. സെലൻസ്കി ഈ കരാറിൽ ഒപ്പിടുമോ എന്നുള്ളത് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ചേർന്ന് അന്തിമമായി എന്ത് തീരുമാനമെടുക്കുന്നു, ഇതെല്ലാം തന്നെ ലോക ജനത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.